ഈ സംഭവം കേട്ടോളിൻ, രസകരമായൊരു സംഭവമാണ്. അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്ര ചെയ്ത അദ്ദേഹം നിരന്തരമായി ദിവസങ്ങളോളം യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ ക്ഷീണിതനായി ആ മനുഷ്യനെ പെട്ടെന്നൊരു മരുഭൂമിയിൽ ഒരു ചെറിയ ഗുഹ കണ്ടു. രണ്ട് പാറകൾ കൂടിച്ചേരുന്നതിന്റെ അടിഭാഗത്ത് തണലാണ്. ആ തണലുള്ള ഭാഗത്തേക്ക് ഇബ്രാഹിം അദ്ഹമിന്റെ കൂട്ടുകാരൻ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഹാത്തമുൽ അസമിന്റെ ഉസ്താദ് ആ മനുഷ്യനടാ ഭക്ഷണം തേടിയുള്ള യാത്രയാണ്. ആ പാറക്കെട്ടിനടിയിലേക്ക് കയറിയിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയ ആ ഗുഹയ്ക്കകത്ത് മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരാണെന്നല്ലേ സഹോദരങ്ങളെ? ഒരു പ്രായം ചെന്ന ഒരു ചെറിയ പക്ഷി, നല്ല പ്രായമുള്ള പക്ഷിയാണ്. ആ പക്ഷിയുടെ കണ്ണുകൾ അന്ധത ബാധിച്ച് കാഴ്ചയില്ല. മുമ്പിലുള്ളതൊന്ന് കാണാൻ കഴിയാത്ത പ്രായാധിക്യം വന്ന വൃദ്ധയായ അന്ധയായ ആ ഒരു ചെറിയ പക്ഷി. ആ പക്ഷിക്ക് എങ്ങനെയാണ് ഈ മരുഭൂമിയുടെ പാറക്കെട്ടിന്റെ അകത്തളത്തിലെ ഭക്ഷണം കിട്ടുക എന്ന മഹാനായ ശഖീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനകത്ത് ഭക്ഷണം കിട്ടുക? ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അതാ ഒരു കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി പറന്നു വരികയാ. ആ പക്ഷി പറന്നു വന്നു അതിന്റെ ചുണ്ടിനകത്തിരിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അന്ധയായ വൃദ്ധയായ ആ പക്ഷിയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ പക്ഷി ആരോഗ്യവതിയായ പക്ഷി പറന്നുയരുകയാ. ഇത് കണ്ടപ്പോ ശഖീഖുൽ ബൽഖി ചിന്തിക്കുകയാണ്, പടച്ചറബ്ബേ, അല്ലാഹുവേ, ആരോരുമില്ലാത്ത മരുഭൂമിയുടെ അകത്തളത്തിൽ പടച്ചവനെ പാറക്കെട്ടുകൾ കൊണ്ട് മൂടപ്പെട്ട ചെറിയ ഗുഹയ്ക്കകത്ത് അന്ധയായ വൃദ്ധയായ പക്ഷിക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞാനെന്തിനാണ് ഇങ്ങനെ അന്നം തേടി യാത്ര ചെയ്യുന്നത്? ഞാനെന്തിനാണ് ഭക്ഷണം തേടി യാത്ര ചെയ്യുന്നത്? അല്ലാഹുവേ, എനിക്ക് തരാൻ നീ മതിയായവനാണ്, എനിക്ക് ഭക്ഷണം തരാൻ നീ മതിയായവനാണ്. അതുകൊണ്ട് ഞാനും മടങ്ങി പോകുന്നു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ മനസ്സനുവദിച്ചു. അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. പിറ്റന്ന് നേരം വെളുത്തപ്പോൾ ഇബ്രാഹിമിനെ അദ്ദേഹം കണ്ടുമുട്ടുകയാ. ചോദിച്ചു ശഖീഖുൽ ബൽഖിയോട്, എന്തേ നിങ്ങൾ യാത്ര ചെയ്തതല്ലേ, ഭക്ഷണം തേടി യാത്ര എന്തേ പാതി വഴിയിൽ അവസാനിപ്പിച്ചത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങി വന്നതെന്ന് ചോദിച്ചപ്പോ സഹോദരങ്ങളെ ശഖീഖുൽ ബൽഖി കാര്യങ്ങൾ പറയുകയാ. ആ സമയത്താണ് മഹാനായ ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാഹ് ശഖീഖുൽ ബൽഖിയുടെ മറുപടി കേട്ടു. ഒരു അന്ധയായ വൃദ്ധയായ ഒരു പക്ഷി അതാ കാടിന്റെ അടുക്കൽ, അതല്ലെങ്കിൽ മരുഭൂമിയുടെ മധ്യത്തില് എല്ലാ സാധ്യതകളും കൊട്ടിയടക്കപ്പെടുന്ന സാഹചര്യത്തില് ഒരു അന്ധയല്ലാത്ത കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി അതിന്റെ ചുണ്ടിലതാ ഭക്ഷണവുമായിട്ട് കൊണ്ടുവന്ന് ഈ പക്ഷിയുടെ വായിൽ ചുണ്ടിൽ വെച്ചു കൊടുത്തു. അത്രയും കഴിവുള്ള അല്ലാഹ് പടപ്പുകളോട് അത്രയും പടച്ചതമ്പുരാന് കലിവ് കാണിക്കുന്നെങ്കിൽ, അത്രയും അലിവ് കാണിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഭക്ഷണം തേടി യാത്ര ചെയ്യുന്നത്? യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അദ്ഹമിന്റെ മറുപടി എന്തെന്നറിയോ? ശഖീഖുൽ ബൽഖിയോട് ചോദിക്കുന്നു, ശഖീഖുൽ ബൽഖി, എന്തേ നിങ്ങളാ അന്ധയായ പക്ഷിയെ പോലെ ആയത്? എന്തുകൊണ്ട് ആരോഗ്യമുള്ള പക്ഷിയെ പോലെ നിങ്ങൾക്കായി കൂടാ? ആരെങ്കിലും കൊണ്ട് തരുമെന്ന് പ്രതീക്ഷിച്ച്, ആരെങ്കിലും കൊണ്ട് തരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തിനാണ് നിങ്ങൾ ആ ഒരു അന്ധയായ വൃദ്ധയായ പക്ഷിയെ പോലെ നിങ്ങളാകാ തീരുമാനിച്ചത്? ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള കാഴ്ചശക്തിയുള്ള ആ അന്ധയായ പക്ഷിയെ സഹായിച്ച ചുറുചുറുപ്പുള്ള ആ പക്ഷിയെ പോലെ ആകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വല്ലാത്തൊരു മറുപടിയാ. ശഖീഖുൽ ബൽഖി തീരുമാനമെടുത്തു, ഇല്ല, ഇനി ഞാൻ ചടഞ്ഞിരിക്കൂല, ഇനി ഞാൻ ഇവിടെ ചടഞ്ഞിരിക്കൂല. അന്നം തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ ചിന്തിക്കണേ, അങ്ങനെയാണ് ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാഹ് ശഖീഖുൽ ബൽഖിയെ മാറ്റിമറിച്ചതെങ്കിൽ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു അന്നം തേടി യാത്ര ചെയ്തുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് ഭക്ഷണം തരാമെന്നവനെ ഏറ്റിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നമ്മൾ ചെയ്യണം, അത് നമ്മുടെ ബാധ്യതയാണ്.
സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിനകത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ പൊന്നുമോളെ, ആരാ പൊന്നുമോള്? സക്കരിയ നബിയുടെ സഹോദരന്റെ മോൾ ആരാണ്? മിഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കിട്ടിയത് ആർക്കാണ്? ഏത് സ്ത്രീക്കാണ്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. മധുര 17ന്റെ നിറവിൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാകുന്ന ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവര് കാട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് ഒറ്റപ്പെട്ട് പ്രായം അതിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിന്റെ നടുവിലേക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹ മാറിയ ആ സമയം നിങ്ങൾ ആലോചിക്കണം. മെഹ്റാബിനകത്ത് അല്ലാഹു തആല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു. അന്ന് പള്ളിയിലെ ഇമാമും മുദരിസുമായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മറിയം എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോ അന്ന് ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കിട്ടാത്ത ഏറ്റവും രുചികരമായ വിഭവസമൃദ്ധമായ നല്ല ഫ്രൂട്ട്സ്, നല്ല പഴവർഗ്ഗങ്ങൾ കണ്ടിട്ട് ചോദിച്ചു, അന്നാലകി ഹാദാ, ഇത് ഇവിടുന്ന് കിട്ടി, ഇത് നിനക്ക് ഇവിടുന്ന് കിട്ടി? ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി ഭൂമിയിൽ നിന്നില്ല. ആര് തന്നതാണ്? പടച്ചോൻ തന്നതാണ്. അല്ല എനിക്ക് തന്നതാണ്. ഈ മിഹ്റാബിനകത്ത് ഈ കാലഘട്ടത്തില് ഈ നാട്ടില് കിട്ടാത്ത പഴം പോലും അള്ളാഹു എനിക്ക് ഈ മിഹ്റാബിനകത്ത് തന്നു എന്ന് പറഞ്ഞത് ബീവി മറിയം ബീവി. അള്ളാഹു മഹദിയുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് ചിന്തിക്കും. കാട്ടിലേക്ക് പോയി, അവര് ഗർഭവതിയായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടപെടൽ ഈസാ നബിയെ തന്റെ വയറ്റിൽ ചുമക്കാൻ തുടങ്ങി. ആ സമയത്ത് നിറഗർഭിണിയായി. അവര് പറഞ്ഞു, യാ ലൈതനി കുന്തു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ. അല്ലാഹുവേ, ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് മരിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാവരിൽ നിന്നും വിസ്മരിക്കപ്പെട്ടേനെ, ഒന്നും അറിയണ്ടായിരുന്നു പടച്ചോനെ എന്ന് പോലും അവർ മരണത്തെ പോലും കൊതിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ട ആളുകൾ എന്തു പറയും? ആളുകൾക്ക് എന്നും പറഞ്ഞൂടെ? ഒരു പള്ളിയിലെ ഇമാമിനെ മാറ്റി, എന്താ കാര്യം എന്നറിയോ? ഒരു പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിട്ടു, എന്താ കാര്യം? ഇമാം ഒരു വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അദ്ദേഹം എന്നും പിന്നെ ഈ പാകിസ്ഥാനും ഫലസ്തീനും ജോർദാനും ഇസ്രയേലും ഒക്കെ പറയുന്നത് എന്തിനാണ്? ചരിത്രം പറയാം. ചരിത്രമൊക്കെ പറഞ്ഞു, ആളുകളൊക്കെ ബോറടിച്ചു. അവസാനം ജനങ്ങളുടെ അഭിപ്രായം നമസ്കാരവും അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയൂ ഉസ്താദെ, ആളുകളെ 10 മിനിറ്റ് കിട്ടിയാൽ ഏറ്റവും ഉപകാരപ്രദമായത് പറഞ്ഞു കൊടുക്കണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങി. നമസ്കാരത്തിന്റെ വിധികൾ പറഞ്ഞ് ഇമാമിന്റെ ഒളു പോയി കഴിഞ്ഞാൽ, ഇമാമിന്റെ ഒളു മുറിഞ്ഞാൽ ഇമാം മെഹ്റാബിൽ നിന്ന് സ്ഥലം വിടണം. പകരം പുറകിൽ നിൽക്കുന്ന ഒരാള് മഅ്മുമീങ്ങളെ കൊണ്ട് ബാക്കി നിസ്കാരം പൂർത്തീകരിക്കണം. അതാണ് എന്റെ മസല. ഇവിടെ ഷാഫി അല്ലല്ലോ അല്ലേ? ഇമാമിന്റെ ഒളു മുറിഞ്ഞു പോയാൽ ഇമാമ് അവിടെ നിന്ന് പോകണം. പുറകെ നിൽക്കുന്ന ആള് മുന്നിലോട്ട് കയറിയിട്ട് ബാക്കി പൂർത്തീകരിക്കണം. അതാണ് മസല. ഇത് പാവപ്പെട്ടവൻ പറഞ്ഞു. പിറ്റന്ന് പോലെ ചർച്ചയായി. ഇയാള് 7 കൊല്ലമായി പള്ളിയിൽ വന്ന് ഇതുവരെ ഇയാള് മിഹ്റാബിന്ന് പോയിട്ടില്ല. ഇയാൾക്ക് ഒന്നും മുറിഞ്ഞാലല്ലേ പോകാൻ പറ്റുള്ളൂ. ആളുകളുടെ പരാതി ഇന്ന് വരെ ഇയാൾ നിയമം അനുസരിച്ച് ജീവിക്കാത്തവനാണ്. കാരണം എന്താണ്? ഇയാള് മെഹ്റാബിന്ന് പോയി പകരം പറയുന്ന മോദി സാഹിബിനെ ഇമാമത്ത് നിർത്തിയിട്ടില്ല. അതാണ് പരാതി. ആളുകൾക്ക് എന്തും പറയാം. കാരണം എല്ലില്ലാത്തൊരു നാവ്, അല്ലാഹു തആല എല്ല് കൊടുക്കാത്ത 2 അവയവങ്ങളുണ്ട്. ആ 2 അവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അത് 2 സൂക്ഷിച്ച് അള്ളാഹ് സ്വർഗം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് 2ഉം വലിയ പ്രശ്നമായതുകൊണ്ട് ഓരോന്നേ അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ. അത് 2ഉം സംരക്ഷിക്കപ്പെടാൻ 2 ഭാഗങ്ങളിൽ ഏറ്റവും കനമുള്ള 2 എല്ലുകളും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത് 2 ദാടി എല്ലുകളുടെ ഇടയിലുള്ള നാവും 2 തൊടയലിനിടയിലുള്ള അവന്റെ രഹസ്യ അവയവമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് 2 സൂക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആളുകൾക്ക് എന്നും പറയാനല്ല, അതിനൊന്നും ഒരു മടിയില്ല. എന്തു വേണോ പറയാം, ആരെ പറ്റി വേണോ പറയാം, അതൊന്നും ഒരു പ്രശ്നമില്ല. ആ ഒരു ലോകമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ആ മനുഷ്യൻ ചെയ്തെങ്കിൽ, അവൻ പശ്ചാത്തപിച്ചെങ്കിൽ, അതിന്റെ പേരിൽ പിന്നെ അവൻ ആക്ഷേപിച്ചാൽ ഈ പറഞ്ഞവൻ ആ തെറ്റ് ചെയ്ത് അവഹേളിതനാകാതെ മരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അത് ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ചവന്റെ അവസ്ഥ. ഇനി ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞാലോ അത് പിടിച്ചാ കിട്ടൂല. ഇപ്പൊ നമുക്ക് നല്ല സുഖമായിരിക്കും പോസ്റ്റർ അടിക്കാനും ഫേസ്ബുക്കിൽ ഇടാനും വാട്സപ്പിൽ ഇടാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും ഒക്കെ ഭയങ്കര സുഖമാണ്. പക്ഷേ കമന്റും ലൈക്കും ഷെയറും ഒന്നുമില്ലാത്തൊരു കാലമുണ്ട്. യാതൊന്നും ആരുമില്ലാത്ത എന്റെ ഖബറിൽ ഞാൻ മാത്രമേ കിടക്കൂ, നിങ്ങളുടെ ഖബറിൽ നിങ്ങൾ മാത്രമേ കിടക്കൂ. അപ്പോഴും നമ്മൾ അനുഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തും വാരി തരുന്ന ഇപ്പൊ മഴദനി ഉസ്താദാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ചർച്ച. എന്താണ് ഒരു അംബിക അല്ലെ? അംബിക എന്ന് പറയുന്ന ഒരു പെണ്ണ്, അവള് അംബിക, ഞാൻ അതിന്റെ പേജിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അംബിക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫേക്ക് ആയിരിക്കാം. അംബിക എന്ന് പറയുന്നത് ചിലപ്പോ നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കും, അംബിക എന്ന പേരും കൊടുക്കും. അതിനൊന്നും ആർക്കും, എല്ലാവർക്കും ബുദ്ധി രാക്ഷസന്മാരാണ് ഈ വിഷയത്തിലൊക്കെ. ഈ അംബിക എന്ന് പറയുന്ന ആ പെണ്ണ് എഴുതി, അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് വല്ലാത്ത കഠിനമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പാർട്ടിയും സംഘടനയും ഇസമൊക്കെ നമ്മൾ മാറ്റിവെക്കണം. മനുഷ്യനാണ്. പി ചിദംബരം ഇന്ന് പത്രസമ്മേളനത്തില് അല്ലെങ്കിൽ പത്രസമ്മേളനം അല്ല, അദ്ദേഹത്തിന്റെ വാർത്ത പുറത്തുവിട്ടത് തലയിണയും കസേരയും കിട്ടാത്തത് കൊണ്ട് നടുവേദനിക്കുന്നു എന്നാണ്. കസേരയും തലയിണയും കിട്ടാത്തത് കൊണ്ട് നടുവേദനിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യന് കസേരയും തലയിണയും ഉണ്ടെങ്കിൽ പോലും നടുവേദനിക്കുക. ഒരു ഭാഗത്ത് സുഖസൗകര്യങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ, മറ്റൊരു ഭാഗത്ത് സുഖസൗകര്യങ്ങൾ കുറയാലും കൂടിയാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടൊരു മനുഷ്യന്റെ വെപ്രാളം നമ്മൾ ആലോചിക്കണം. അപ്പൊ അംബിക എഴുതിയിട്ടിരിക്കാൻ, എന്തിനാ ഉസ്താദെ നിങ്ങൾ ദ്വാരക്കാൻ പറയുന്നത്? നിങ്ങൾ മരിച്ച ഹോറികളെ കിട്ടൂലേ, മദ്യപ്പുഴ കിട്ടൂലേ, പെട്ടെന്ന് സൂയിച്ചൂടെ, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളി, പിന്നെന്തിനാ ഈ ദ്വാരക്കാൻ പറയുന്നത്? നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുന്നത്. അതിന് ഞാനൊരു മറുപടി എന്റെ പേജിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാൻ ആലോചിച്ച് 1000 വട്ടം ചിന്തിച്ചിട്ട് ഒരു കാര്യം പറയൂ. വിവരം കെട്ടവന്റെ വിഡ്ഢിയുടെ ഹൃദയം തന്നെ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താ. എന്തെങ്കിലും പറയും, പിന്നെ വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കുക വേണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ചിന്തിക്കുക, ബുദ്ധിമാന്മാരാവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആക്ഷേപങ്ങൾ കുറയ്ക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഒരു വിഭാഗം ആക്ഷേപിക്കപ്പെടുകയാണ്. ഒരു വിഭാഗം ആക്ഷേപിച്ച് ഇതെവിടെ നിന്ന് നിനക്ക് ഗർഭം കിട്ടി എന്ന് ചോദിച്ചിട്ട് ആളുകളാൽ അപഹാസ്യാകുമെന്ന ഘട്ടം വന്നപ്പോ ഒളിച്ചിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ പറഞ്ഞുപോയി, പടച്ചവനെ ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിലെന്ന്. ആ സമയത്താണ് അല്ലാഹു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്, എന്തിനാ മറിയമേ, എന്തിനാണ്? ആരെന്ത് ചോദിച്ചാലും ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മൗനവ്രതത്തിലാണെന്ന് പറയുക. ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മൗനവ്രതത്തിലാണെന്ന് പറയുക. വെള്ളം കൊടുക്കണമെങ്കിൽ നീ നിൽക്കുന്നതിന്റെ ചുവട്ടിൽ വെള്ളമുണ്ട്, ആ മലഞ്ചെരുവില് വെള്ളമുണ്ട് മറിയമേ, അവിടെ ചെന്ന് കോരി കുടിച്ചാലും മറിയമേ. ആ സമയത്ത് അല്ല വീണ്ടും പറയുകയാണ്, ഇനി നിനക്ക് വിശന്നാലോ وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. മറിയം ബീവിയോട് അല്ല പറയുകയാണ്, ചിന്തിക്കണേ, എങ്ങനെയെങ്കിലും കേട്ടുകൊണ്ട് പോകരുത്. ഒരു ആരവമല്ല നമുക്ക് വേണ്ടത്, ഒരു ശബ്ദ ഗാംഭീര്യമല്ല നമുക്ക് വേണ്ടത്, ഒരു ശബ്ദമുഖരിതമല്ല വേണ്ടത്. സഹോദരങ്ങളെ, പറയുന്നതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും വേണം. അത് നിങ്ങൾക്ക് ഞാൻ സഹോദരങ്ങളെ എന്റെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുമെന്ന് എനിക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒന്ന് ഉണർന്നു, ഒന്ന് ശ്രദ്ധയോടെ കേട്ടോ. അല്ലാഹു ഈ മഹതിയായ മറിയം ബീവിയോട് പറഞ്ഞത്, ആ ഈട്ടപ്പനയെ പിടിച്ചൊന്ന് വലിക്കുക.
എന്നിട്ടോ ആ ഈത്തപ്പന മരത്തിന്റെ ആ ഈന്തപ്പനയുടെ ശിഖരത്തെ മടലിനെ പിടിച്ചൊന്ന് വലിക്കുക. നല്ല കാരയ്ക്ക് നല്ല ഈത്തപ്പഴം അത് നിങ്ങൾക്ക് തരും മറിയമേ. ഇതാരോടാണ് പറയുന്നത്? ഇതാരോടാണ് പറയുന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹയോടാണ് അല്ലാഹു പറയുന്നത്. ഏതല്ലാഹുവാണ് പറയുന്നത്? ഇതിന് തൊട്ടു മുമ്പ് മെഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത അല്ലാഹ്, സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത അല്ലാഹ്, നല്ല വിഭവസമൃദ്ധമായ പഴവർഗ്ഗങ്ങൾ കൊടുത്ത അല്ലാഹ്, ആ കാലഘട്ടത്തിൽ ആ സമയത്ത് കിട്ടാത്ത, ആ നാട്ടിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുത്ത അല്ലാഹ് കാടിന്റെ നടുവിൽ ഗർഭവതിയായി സങ്കടത്തോടെ ഇരിക്കുന്ന മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലേ? ഉണ്ട്. പക്ഷെ അല്ലാഹ് പറഞ്ഞിരുന്നെന്നറിയോ? മറിയമേ, മെഹ്റാബിനകത്ത് ഞാൻ നിനക്ക് ഭക്ഷണം തന്നു, ശരിയാ. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത് നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ ചെയ്യണമെന്നാണ്. തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി വലാ തർഗമൻ ഫിൽ അജ്സി യൗമൻ അനി തുലബി അലം തറ അന്നല്ലാഹ് ഖാല لمريمي وهزي إليك الجذع يساقط الرطب. സഹോദരങ്ങളെ, തവക്കുൽ ചെയ്യണം അല്ലാഹുവിനെ. പടച്ചവനെ തവക്കുൽ ചെയ്യണം. എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്? ഫിൽ അംരി കുല്ലിഹി, സർവകാര്യങ്ങളിലും തവക്കുൽ ചെയ്യണം. പക്ഷേ വലാ തർഗബൻ ഫിൽ അജീസി യൗമൻ അനി തുലബ്, വീട്ടിൽ കയറി മുട്ടും കുട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നിട്ട് എന്റെ പടച്ചവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ എനിക്ക് തരുമെന്ന് പറഞ്ഞിരുന്നാൽ ഏതെങ്കിലും ഊബർ സപ്ലൈയുടെ ജോലിക്കാരനല്ല അല്ലാഹ്. സഹോദരങ്ങളെ ചിന്തിക്കണേ, ഒരിക്കലും അല്ലാഹു ഏതെങ്കിലും ഒരു പാർസൽ കൗണ്ടറിൽ നിന്ന് കൊണ്ടുതരുന്നവനല്ല. അല്ലാഹനെ പരമേൽപ്പിച്ചോ, എനിക്ക് എന്റെ പടച്ചോനെ തരുമെന്ന ചിന്ത അത് നമുക്കുണ്ട്. അത് നല്ലതാണ്, അത് അത്യാവശ്യമാണ്, ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഇബാദത്താണ്. പക്ഷേ വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തുലബി, നീ ഒരിക്കലും പരിശ്രമിക്കാതിരിക്കരുത്. എന്നിട്ടാണ് അല്ലാഹ് തെളിവ് നടത്തുന്നത്. അലം തറ അന്നല്ലാഹ് ഖാല ലിമർയമി വഹുസി ഇലൈകിൽ ജിദഅ യസഖതു റുതബു. മറിയം ബീവിയിലേക്ക് നീ ഒന്ന് നോക്ക്. മെഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത അല്ലാഹ്, സക്കരിയാ നബിയെ പോലും അത്ഭുതപ്പെടുത്തുമാറ് ഭക്ഷണം കൊടുത്ത അല്ലാഹ്, ആ പടച്ചതമ്പുരാൻ കാടിന്റെ മുകളിൽ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അപഹാസിയായി ആക്ഷേപിക്കപ്പെട്ടവളായി, ഒറ്റപ്പെടുത്തപ്പെട്ടവളായി, കുറ്റപ്പെടുത്തപ്പെട്ടവളായി ആ കാട്ടിൽ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അല്ലാഹ് പറയുന്നു, നിനക്ക് കുടിക്കണോ? മലഞ്ചെരുവിൽ പോയി കുടിക്ക്. തിന്നണോ? ഈ തപ്പനെ പിടിച്ച് കുലുക്കിയിട്ട് പുറക്കിട്ടുമ്പോ. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും നീ നിന്റെ ജോലി ഒഴിവാക്കരുത്, നിന്റെ ഡ്യൂട്ടി നീ ഒഴിവാക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കല്ല തരുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു പേരും പറഞ്ഞ് നമ്മൾ കാത്തിരിക്കലല്ല, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യലാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന വിഷയമാണ്. ഞാൻ 40 മിനിറ്റ് എന്ന് പറഞ്ഞ 40 മിനിറ്റ് അവസാനിച്ചിരിക്കുക. ഞാൻ ആ ഭാഗം അടയ്ക്കാം. വെറുതെ ശാപ്പാടിന്റെ കാര്യം മാത്രം പറഞ്ഞിടാൻ പറ്റൂല. നിങ്ങൾ ചിന്തിക്കും, എന്റെ സഹോദരങ്ങളെ, ഭക്ഷണം അള്ളാഹു നമുക്ക് തരാമെന്ന് നാമ ഏറ്റതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, അത് വേറൊരു വിഷയം. പക്ഷെ ഇന്ന് എല്ലാവരും തവക്കുൽ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ള തവക്കുൽ ആണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ നമ്മൾ എന്താണ് ഭരമേൽപ്പിക്കണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ നമുക്കറിയുമല്ലോ, റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബിന്റെ മഹാനായ ഇമാമാണ്. നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്, ഹനഫി മദ്ഹബുകാരുണ്ട്, മാലിക്കി മദ്ഹബുകാരുണ്ട്, ഹംബലി മദ്ഹബുകാരുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല
അല്ല, വീട്ടിലോ പള്ളിയിലോ ചടഞ്ഞിരുന്നിട്ട് പടച്ചോനെ നീ എനിക്ക് നേരിട്ട് ഭക്ഷണം തരണേ എന്ന് ചോദിക്കുന്നവനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വിവരക്കേട്, അല്ലാതെ എന്ത് പറയാനാണ്. അപ്പൊ ഇവര് ചോദിച്ചു, അല്ല അല്ല പറഞ്ഞിട്ടില്ലേ ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം അള്ളാനെ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ റസഖക്കും കമാ യുർസഖു തയ്റു, പക്ഷികൾക്ക് അല്ല ഭക്ഷണം കൊടുക്കും പോലെ തരുമെന്ന്. തഖദു ഹിമാസ, രാവിലെ ഒട്ടിയ വയറും കൊണ്ടുപോകും, തറൂഹു ബിത്താന, നിറഞ്ഞ വയറുമായി വൈകുന്നേരം തിരിച്ചു വരും. ഭരമേൽപ്പിക്കേണ്ട പ്രകാരം ഭരമേൽപ്പിച്ചാൽ അള്ളാഹു ഇങ്ങനെ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? നബിതങ്ങൾ കള്ളം പറയില്ലല്ലോ. ഒട്ടിയ വയറും കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിക്കും തിരിച്ച് വിശന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല, കൂട്ടിൽ വന്നിട്ടില്ല. തറോഹ ബിത്താന, വയറ് നിറഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. അപ്പോ നിങ്ങൾ ഈ പറയുന്നത് ശരിയാവോ എന്നൊരാൾ ചോദിച്ചു. അഹമ്മദ് ബിൻ ഹംബലിന്റെ മറുപടി വളരെ രസകരവും അർത്ഥഗർഭവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എടാ മണ്ട, അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിയിരിക്കലല്ല. പക്ഷികൾക്കല്ല ഭക്ഷണം കൊടുക്കും പോലെ ഭക്ഷണം കൊടുക്കും. രാവിലെ ഒട്ടിയ വയറും കൊണ്ട് പോകും, വൈകുന്നേരം നിറഞ്ഞ വയറും തിരിച്ചു വരുന്നു. അത് ശരിയാണ്. പക്ഷെ ആ പക്ഷി കൂട്ടിയിരിക്കുന്നില്ലല്ലോ. തഖദു ഹിമാസ, രാവിലെ ഇറങ്ങി പോകുമല്ലേ. തറൂഹ് ബിത്താൻ, അപ്പോഴല്ലേ നിറഞ്ഞ വയറും കൊണ്ട് മടങ്ങി വരുന്നത്. അതുകൊണ്ട് നീ രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്, അള്ളാഹു നിന്നെ നിറഞ്ഞ വയറും നിറഞ്ഞ പോക്കറ്റുമായിട്ട് തിരിച്ചു കയറ്റും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മടിയന്മാരായി അലസന്മാരായി അള്ള തരുമെന്നും പറഞ്ഞിട്ട് ഇരിക്കലല്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്ക് ചെയ്യണം. فإن خير الزاد التقوى وتزودوا. നിങ്ങൾ യാത്രക്കുള്ള പാതയെ തയ്യാറാക്കണേ, കൊണ്ടുപോകേണ്ട എല്ലാം നിങ്ങൾ തയ്യാർ ചെയ്യണേ. എന്നാൽ തഖ്വയാണ് ഏറ്റവും വലിയ ഒരുക്കുമുതൽ പാതയമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യണം, നമ്മൾ കൊണ്ടുപോകേണ്ട നമ്മൾ തന്നെ എടുക്കണം. അല്ലാത്തതൊന്നും സഹോദരങ്ങളെ നമ്മളുടെ ഡ്യൂട്ടിയല്ല. നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കുക. ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ സദസ്സിനോട്, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കട്ടെ. തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം എത്തിയെന്നിരിക്കട്ടെ. ആ മകളുടെ വിവാഹത്തിന് കയ്യിൽ സ്വർണമൊന്നുമില്ല, ഒരു തരി സ്വർണം പോലുമില്ല. ഇന്ന് സ്വർണത്തിന് 30,000 രൂപയിൽ പുറത്തു വിലയാണ്. പടച്ചവനെ, 5 പവനെങ്കിലും ഇടാതെ ഒരു പെൺകുട്ടി ഇറക്കാൻ കഴിയോ? ഒരു തരി പോലും സ്വർണമില്ലാത്ത എത്ര കുടുംബമാണുള്ളത്? ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പാവപ്പെട്ട കുടുംബം, അവരുടെ മകളുടെ വിവാഹം വന്നു, പേരക്കുട്ടികളുടെ വിവാഹം വന്നു. ആ പേരക്കുട്ടിക്കാണെങ്കിലോ വാപ്പയില്ല, അഥവാ മകൾക്ക് ഭർത്താവില്ല. അവരാണെങ്കിലോ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കലക്കി കുടിക്കുന്നവരാ. ആ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ പാവപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട പേരക്കിടാവിന്റെ കല്യാണം വന്നു. കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോ പറയുന്നു, ഒന്നുമില്ല. ഒരു പവന് ചിലപ്പോൾ എല്ലാം കൂടി എല്ലാ വീട്ടിലുള്ള സർവ്വ പെണ്ണുങ്ങളുടെ സ്വർണങ്ങളും കൂടി എടുത്തിട്ടാൽ ഒരു പവൻ ചിലപ്പോ വരും. എത്ര പവനാ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്? അത് 5 പവനാണ്. ചിന്തിക്കണേ സഹോദരങ്ങള്, ഇന്നത്തെ വിവാഹങ്ങളിൽ 5 പവൻ എന്ന് പറഞ്ഞാൽ കല്യാണം വലിയ പണക്കാരന്റെ പണക്കൊഴുപ്പിന്റെ കല്യാണ പന്തലിലെ മാമാങ്കത്തിന് ഏതൊരാള് സാക്ഷ്യം വഹിക്കുന്നോ അവർക്ക് കൃത്യമായിട്ടറിയാ. പണക്കൊഴുപ്പുള്ള കല്യാണങ്ങളിൽ കല്യാണ പെണ്ണിന്റെ വീടിനടുത്തുള്ള അയൽവാസിയായ പെണ്ണ്, ആ പെണ്ണ് കല്യാണ പെണ്ണിന്റെ അടുത്തെങ്ങാനും ഇരുന്നാൽ ആ പെണ്ണിനിട്ട് കൊടുക്കുന്നത് 5 പവനാണ്. മനസ്സിലാക്കണം. എന്താ ബന്ധം? താലികെട്ട് നടന്നപ്പോ പെണ്ണിന്റെ അടുത്തിരുന്നത്, അതാണ് ബന്ധം, വേറെ ബന്ധമില്ല. അതുകൊണ്ട് അവക്ക് 5 പവന്റേത്. ചില കല്യാണത്തിന് പോയാൽ കല്യാണം വിളിച്ച് കല്യാണത്തിന് പോകുന്നവർക്ക് 3000ന്റെ പർദ. സ്ത്രീകളൊക്കെ നോക്കും, പടച്ചോനെ നമ്മളെ വീട്ടിൽ വരുന്ന എല്ലാം ഉണക്ക കോഞ്ഞാട്ട പിടിച്ചതൊക്കെയാണ്. ചെന്ന 50 രൂപ കൊടുത്താൽ അത് തന്നെ അവർക്ക് സ്വർഗം. ചില കല്യാണങ്ങളുണ്ട്, കല്യാണം പ്രത്യേകം തെരഞ്ഞു പിടിച്ചു വിളിക്കും. അങ്ങനെ വിളിക്കുന്ന കല്യാണങ്ങളിൽ പടച്ചോൻ പോകാതിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെ ആരും ആദ്യം പറയല്ല, കാരണം നല്ല വ്യാപാരമല്ല. പടച്ചോ അങ്ങനെയുള്ള കല്യാണങ്ങളിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള കല്യാണങ്ങളിൽ ആ സ്ഥലത്ത് ചെന്നാൽ
എന്തൊരു അദാബാ നമുക്ക് ലഭിക്കുക. ആള് നോക്കി വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ വയറ് നിറഞ്ഞവന് ഭക്ഷണം കൊടുക്കുന്ന വല്ലാത്തൊരു ദുരവസ്ഥ. അള്ള നമ്മളെ ആ കല്യാണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയുന്ന എന്റെ സഹോദരങ്ങളെ, സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകളുണ്ട്, ഒന്നുമില്ലാത്ത ആളുകളുണ്ട്. 5 പവൻ 1 പവൻ ഇതൊക്കെ ഇട്ട് കെട്ടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, പെൺകുട്ടികൾ. ഇന്നിപ്പോ നമ്മുടെ ഒരു സംഘാടകരെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അവർക്ക് 10 പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന വലിയ ആഗ്രഹമാണ്. അള്ളാഹുവോടെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. 20 വർഷം വിദേശ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെട്ട 60 ലക്ഷം രൂപയുടെ വീട് വെച്ചപ്പോ ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, ഒറ്റ മിനിറ്റ്, 1 വർഷമൊന്നും വേണ്ട, 1 മാസവും വേണ്ട, ഒരാഴ്ചയുമല്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഈ പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്. അള്ളാഹു നമ്മളെ എല്ലാ അദാബിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞത്? നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യാം. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. കൃത്യമായി അള്ളാഹു നമ്മളെ സഹായിക്കാനുണ്ടാകും. അള്ളാഹു അവന്റെ സഹായം നാം ഓരോരുത്തർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് വളരെ കാതലായ ഒരു കാര്യം പറയാൻ, നമുക്ക് തവക്കുലുണ്ടായാൽ, ഇത് ഞാൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയം പറഞ്ഞപ്പോ അങ്ങോട്ട് കൂടിപ്പോയെന്നേ ഉള്ളൂ. ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഭക്ഷണത്തിൽ മാത്രമല്ല, മഹാനായ സൂഫി വര്യൻ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കയ്യിൽ ആകെ കരുതുന്നത് 3 കാര്യങ്ങളാണ്. 1 ഒരു സൂചി, 1 ഒരു നൂല്, മറ്റൊന്ന് ഒരു തോൽപാത്രം. ഇതല്ലാതെ വേറൊന്നും. ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കഴിഞ്ഞാൽ മൂപ്പര കയ്യിൽ ആകെ ഉള്ളത് ഒരു സൂചി, ഒരു നൂല്, ഒരു തോൽപാത്രം, വേറൊന്നുമില്ല. ആളുകൾ ചോദിച്ചു, മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ സൂചിയും നൂലും ഈ തോൽപാത്രവുമായി നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനെടുത്തിരിക്കുന്ന വസ്ത്രം ഒന്നേ ഉള്ളൂ. ആ വസ്ത്രമെങ്ങാനും പാതി വഴിയിൽ കീറിപ്പോയാൽ അടുത്ത നിസ്കാരത്തിന് പിന്നെ ഞാൻ എന്താ ചെയ്യുക? നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഔറത്ത് മറയണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിയും നൂലും കയ്യിലെപ്പോഴും കരുതാറുണ്ട്. കിടക്കുന്നത് പാറയിലാണ്, കിടക്കുന്നത് പാറപ്പുറത്താണ്. ഉറക്കത്തിൽ തിരിയുകയും അറിയുകയും ചെയ്യുമ്പോ കീറാ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കീറുമ്പോ തുന്നാൻ വേണ്ടിയിട്ട് സൂചിയും നൂലും അത്യാവശ്യമാണ്. അത് ഞാൻ എപ്പോഴും കരുതും. തോൽപാത്രം എന്തിനാ? എപ്പോഴാ ഒതു പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒതു പോണ സമയത്ത് വെള്ളം കോരി എടുത്ത് ഒതു ചെയ്യാൻ അതിനുവേണ്ടി ഞാൻ കരുതുന്നതാണ്. എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചിട്ട് പോയാ പോരെ? അല്ല, വേണ്ടത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സൂചിയും നൂലും തോൽപാത്രവും ഇല്ലാത്ത മുഴുവൻ സൂഫിയാക്കളെയും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവരൊന്നും നിസ്കരിക്കൂല. പറയും, ഞാൻ ഇപ്പൊ മക്കത്താകരിച്ചത് അസർ ഇൻഷാ അല്ലാഹ് മദീനത്തായിരിക്കും, പറ്റുമെങ്കിൽ മരുവിന് ബൈത്തുൽ മുഖദ്ദസിയത്ത് നിൽക്കുന്ന കാര്യങ്ങളെ കുറ്റത്തിരിവില്ല. നിസ്കരിക്കാൻ പറയുമ്പോൾ പറയുന്നതാണ്. എവിടെ നിസ്കരിച്ചോട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കി, നമുക്ക് ആവശ്യമായത് നമ്മൾ ചെയ്യണം. അപ്പൊ അള്ളാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ ചെയ്തു തന്നാൽ അള്ളാഹു നമുക്ക് ഈ വലിയ അനുഗ്രഹത്തിലൂടെ തരുന്ന സമ്മാനങ്ങളിൽ ഒന്നാമത്തെ സമ്മാനം ഏതെന്നറിയോ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഒരു വിശ്വാസി സകലതും അല്ലാഹുവിനെ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, സർവ്വതും അല്ലാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്നത്, സഹോദരങ്ങളെ, എന്താണെന്നറിയോ? അവന്റെ മനസ്സിന് സമാധാനമാണ്. ഇനി പറയുന്ന ഗൗരവത്തോടെ കേൾക്കണേ സഹോദരങ്ങളെ, മനസ്സിനകത്ത് അല്ലാഹു സമാധാനം തരണോ? പടച്ചതമ്പുരാന്റെ സമാധാനം നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് വേണോ? ഹൃദയം നീറിപ്പുകയുകയല്ലേ? ആരുടെ ഹൃദയത്തിനകത്ത് സമാധാനമുള്ളത് ഇല്ല. എല്ലാവർക്കും അവരുടേതായ സങ്കടങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സങ്കടങ്ങളുണ്ട്. ഇന്നെല്ലാവരും സുരക്ഷിതരല്ല. മനസ്സിന്റെ അസ്വസ്ഥമായ ചിന്തകൾ അവര് വല്ലാതെ വേട്ടയാടുമ്പോ, സഹോദരങ്ങളെ, സ്വസ്ഥത കിട്ടാൻ, സമാധാനം കിട്ടാൻ അല്ലാഹു നമുക്ക് തന്ന ഒരു ഇബാദത്താണ് പരിശുദ്ധമായ ഹൃദയത്തിന്റെ തവക്കുൽ എന്ന ഇബാദത്ത്. ഇതൊരു കോട്ടകത്ത്
നിൽക്കുന്നവനെ പോലെയാണ്. ഒരു കോട്ടയുടെ അകത്തളത്തിൽ നിന്ന് കഴിക്കാനല്ല ഭക്ഷണമുണ്ട്. എതിരിടാൻ വരുന്ന ശത്രുക്കളോട് പോരാടാൻ തന്റെ കയ്യിൽ സർവ്വസന്നാഹങ്ങളുമുണ്ട്. താൻ നിൽക്കുന്നത് ഒരു കോട്ടയ്ക്കകത്താണ്. ആ കോട്ടയിൽ നിന്ന് പുറത്തു നിൽക്കുന്നവരെ കാണാം. പക്ഷേ പുറത്തു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഇവിടെ നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല. അവരുടെ ചലനങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്കല്ല അവരുടെ ചലനങ്ങൾ നമുക്കറിയാം. അവർക്കൊന്നും നമ്മളെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ ഒരു കോട്ടയ്ക്കകത്താണ്. അകത്തുള്ള ഒന്ന് പുറത്തു നിന്നാൽ കാണൂല. പുറത്തു നടക്കുന്നതെല്ലാം അകത്ത് നിന്ന് കാണാൻ പറ്റുന്നു. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണോ തിരികെ ചെയ്യാ. ഇവിടെ എത്ര മാസം വേണമെങ്കിൽ കഴിക്കാൻ ഭക്ഷണമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥത എത്ര വലുതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, രണ്ടുപേരെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. രണ്ടുപേരെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആരാണ് ഒന്നെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ നമുക്കറിയുമല്ലോ. ബനൂ ഇസ്രായേലിന്റെ കൈപിടിച്ചുകൊണ്ട് പാതിരാത്രി യാത്ര ആരംഭിച്ചതാണ്. യാത്ര ആരംഭിച്ചു. അവന് നേരെ പോകുന്നത് എവിടേക്കാണ്? മൂസാ നബിയുടെ പിന്നാലെയാ. ശത്രുവാരാ? ഫിർഔനാണ്. എത്രയോ കുതിരപ്പടയാളികളുണ്ട്. എത്രയോ തന്ത്രശാലികളായ കുതിരപ്പടയാളികളുണ്ട്. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ഇസ്രായേലി സമൂഹത്തെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ മൂസാ നബി യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്ത് കുറച്ചെത്തുമ്പോൾ അതാ ഓളം വെട്ടുന്ന പർവ്വത സമാനമായ തിരമാലകൾ തട്ടിക്കളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പിലെത്തുകയാ. ആ ചെങ്കടലിന്റെ മുമ്പിലെത്തുമ്പോൾ മഹാനായ മൂസാ നബി പെട്ടെന്ന് നിൽക്കുകയാ. കൂടെ അതാ വിശ്വാസികളും നിന്നു. നോക്കുമ്പോ മുമ്പിലതാ ആർത്തിരമ്പി വരുന്ന തിരമാലയാണ്. ആ സമയത്തല്ലേ മൂസാ നബിയോട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന വിശ്വാസികൾ ചോദിച്ചത്, ഏ മൂസാ, ഞങ്ങൾ എന്തിനാണ് ഈ പണി നീ ചെയ്തത്? അൽ അദുവു വറാനാ വൽ ബഹറു അമാമനാ. മുന്നിൽ ആർത്തി വരുന്ന തിരമാലയാണ്, പിന്നിലോ ശത്രുക്കളുടെ കടന്നാക്രമണമാണ്. ഇവിടെ നിങ്ങൾക്ക് രക്ഷയില്ല. എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മൂസാ നബിയോട് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് വിശ്വാസികളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ആ സമാധാനത്തിന്റെ വാക്കാർ. ആ സമാധാനത്തിന്റെ സന്ദേശം തന്റെ സമുദായത്തിന് എത്തിച്ചു കൊടുത്തു. സമാധാനത്തിന്റെ ആ മധു മൂസാ നബിയും പരിവാരങ്ങളും നുകർന്നെടുത്തു. അവർക്ക് നുകരാൻ കഴിഞ്ഞു, പകരാനും കഴിഞ്ഞു. ആ പകർന്നു തന്നത് ഞാൻ നിങ്ങളോട് പറയുകയാ. മൂസാ നബി തിരിഞ്ഞു നിന്നുകൊണ്ട് സമുദായത്തോട് പറഞ്ഞതെന്തെന്നറിയോ? നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രക്ഷപ്പെട്ടു വരുന്ന സമൂഹം മുമ്പിൽ ആർത്തിരമ്പി വരുന്ന തിരമാല കണ്ടു. പിന്നിലാണെങ്കിലോ ഫിർഔനെയും സംഘത്തെയും കണ്ടു. പകച്ചു നിൽക്കുമ്പോ മൂസാ നബി അവരോട് പറഞ്ഞത്, കാല ഖല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. ഖാല ഖല്ലാ. മൂസാ നബി പറഞ്ഞു, ഏ മനുഷ്യരെ, നിങ്ങൾ പറയും പോലെയൊന്നുമല്ല. നിങ്ങൾ കരുതുന്നതെല്ലാം നശിച്ചെന്നാണ്. അല്ല, ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട്. അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ചിന്തിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ. ഇപ്പൊ ഞാനും നിങ്ങളും എന്താണ് അവസ്ഥ? എന്റെയും നിങ്ങളുടെയും പൗരത്വം കാണിക്കേണ്ട ഗതികേടിലാണ്. അതൊരു ആസാമിലാണെന്ന് മാത്രം കരുതണ്ട സഹോദരങ്ങളെ. ഞാനും നിങ്ങളും ഇന്ത്യയിൽ താമസിക്കുമ്പോ നമ്മുടെയൊക്കെ വസ്തു കൈമാറി വന്നതിന്റെ പ്രമാണത്തില് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കുന്നത് കണ്ടുപിടിക്കേണ്ട ഗതികേടാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. നമ്മൾ ജനിച്ച നമ്മുടെ രാജ്യത്ത്, നമ്മൾ താമസിക്കുന്ന രാജ്യത്ത്, നമ്മൾ ഏതൊരു രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചു. ആ രാജ്യത്തിൽ നാനും നിങ്ങളും ഇവിടത്തെ സ്വദേശികളാണ്, ഇവിടത്തെ രാജ്യസ്നേഹികളാണ്. നമ്മളെന്ന് മറ്റുള്ളവരോട്, അധികാരികളോട്, അധികാരവർഗത്തോട്, അല്ലെങ്കിൽ അവരുടെ പിന്നണികളോട് നമ്മൾ തെളിയിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാ. ആ സമയത്ത് നമുക്ക് മുന്നോട്ട് എങ്ങനാ പോകേണ്ടെന്നറിയില്ല. അതുപോലെ ശരീഅത്തിന്റെ നിയമം
നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിലങ്ങിടാൻ വേണ്ടിയിട്ടൊരു സമുദായം പൊട്ടിപ്പുറപ്പെടുമ്പോ നമ്മൾ എന്താ മുന്നോട്ടിന് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ നമുക്ക് പറയാ കാലക്കല്ല ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. നമ്മളോടൊപ്പം അല്ലാഹുണ്ട്, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ജീവിതത്തിൽ ആ മധു അനുഭവിച്ചറിഞ്ഞത്, ആ സുഖം അനുഭവിച്ചറിഞ്ഞത് മൂസാ നബിയും പരിവാരങ്ങളും മാത്രമാണോ? അല്ല. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിൽ നിന്ന് 5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കറിയുമല്ലോ സൗർ ഗുഹ. പരിശുദ്ധമായ മദീനത്തേക്ക് പാലായനം ചെയ്തു വരുന്ന നബിതങ്ങളോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ആ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ കഴിഞ്ഞയാഴ്ച സഹോദരങ്ങളെ ആ ഗുഹാമുഖത്ത് നമ്മളെത്തി. അല്ലാഹു അതിനുള്ള തൗഫീഖ് തന്നു. അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനകത്ത് കയറിയ പ്രവാചകന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഗുഹയ്ക്കകത്തിരിക്കുന്ന സമയത്താണ് പട്ടാളക്കാര് 100 ഒട്ടകം ഇനാ പ്രഖ്യാപനം കേട്ട് അത് തനിക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ നബിതങ്ങളെയോ സിദ്ദീഖുകളെയോ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പാറപ്പുറത്ത് നിൽക്കുമ്പോ ആരാണ് തന്റെ പാടമിരിക്കുന്ന ഭാഗത്തേക്കൊന്ന് കുനിഞ്ഞു നോക്കാത്തത്? പക്ഷെ അവരുടെ പെടലിയല്ല കുനിപ്പിച്ചില്ല. അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നബിയെ നമ്മളെ പിടിക്കപ്പെടൂലേന്ന് അബൂബക്കർ തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്ന് പാമ്പ് കടിയേറ്റ അബൂബക്കറിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകുമ്പോ അത് തുടച്ചു മാറ്റിയിട്ട് നബി തങ്ങളുടെ മറുപടി എന്താണ്? ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട അബൂബക്കർ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ടല്ലോ. എല്ലാ പടച്ചവനെ നമ്മൾ വരമേൽപ്പിച്ചല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുക? ഇവിടെ ആര് കടന്നു വരില്ല. ഇവിടെ എന്റെ റബ്ബിന്റെ സംരക്ഷണ ഭിത്തിയുണ്ട് അബൂബക്കർ. പടച്ചതമ്പുരാന്റെ പട്ടാളം വിന്യസിക്കപ്പെട്ടു പോയി അബൂബക്കർ. അതുകൊണ്ട് പേടിക്കണ്ട അബൂബക്കർ. ഇന്നല്ലാഹ മഅനാ. പടച്ചവന് നമ്മളോടൊപ്പമുള്ളപ്പോ എന്തിനാണ് നമ്മൾ രണ്ടുപേരുള്ള സ്ഥലത്ത് മൂന്നാമനായി പടച്ചവൻ വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ സംഭാഷണം നടത്തുമ്പോ അബൂബക്കർ തങ്ങളുടെ ഹൃദയത്തിൽ വന്ന ആ ഒരു സുഗന്ധമുണ്ടല്ലോ, ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു മധുണ്ടല്ലോ, അത് അനുഭവിച്ചറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിന്നെ യാതൊരു ഭയവുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നിർഭയത്വത്തോടെ അതിനകത്ത് കഴിഞ്ഞു. എന്തേ നിർഭയത്വത്തോടെ കഴിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തത് അത് സമാധാനം തന്നെയാണ്. അത് എന്തിന്റെ പേരിലാണ്? അല്ലാഹനെ ഭരമേൽപ്പിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് ആ ഹൃദയത്തിൽ വന്ന പരിശുദ്ധമായ സുഗന്ധം. അത് സമാധാനത്തിന്റെ സുഗന്ധമാണ്. നമുക്കെന്തിനാ പേടിക്കുക? അല്ലാഹു അതാണ് ഷാഫി ഇമാം പറഞ്ഞത്, ജീവിക്കുന്നെങ്കിലും മണ്ണ് അല്ല അന്നം ഉറപ്പാണ്. ജീവിക്കുന്നെങ്കിൽ അന്നം ഉറപ്പാ. ഇനി അന്നം കിട്ടാതെ മരിച്ചുപോയാൽ മണ്ണ് ഉറപ്പല്ലേ? ജീവിച്ചാൽ അന്നം, മരിച്ചാൽ മണ്ണ്. ഇത് രണ്ടും ഇല്ലാത്ത ആരുമില്ല അല്ലേ? നമ്മൾ എന്തിനു പേടിക്കുന്ന സഹോദരങ്ങളെ? ഒരു ഭയവും നമുക്ക് വേണ്ട, ഒരു ഭയവും നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ഇവിടെ പരിശുദ്ധമായ നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു വയറുവേദന വന്നു, തൊട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നും ടാബ്ലറ്റ് വാങ്ങി കുറഞ്ഞില്ല, അടുത്ത ആശുപത്രിയിൽ പോയി മാറിയില്ല, ഏറ്റവും വിദഗ്ധനായ ഡോക്ടറെ കണ്ടു മാറിയില്ല, വീട്ടിൽ വന്നിരുന്നിട്ട് പറയും, അല്ലാഹുവേ ഇനി നീ മാത്രമേ എനിക്കുള്ളൂ, എന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ നിൽക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന മരുന്നെടുത്ത് കൊടുക്കുന്ന, മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന, ഡെലിവറി ചെയ്യുന്നവന്റെ അത്ര പോലും വില നമ്മൾ അല്ലാഹു കൊടുക്കുന്നില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അല്ലാഹുവേ എന്റെ മകളുടെ വിവാഹമാണ്, അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ട്, നീ പറഞ്ഞതുപോലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഞാൻ ആരിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി ഇറങ്ങാൻ, നീ എല്ലാം നിന്നെ ഏൽപ്പിക്കാൻ, നീ ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക്. അങ്ങനെ ഇറങ്ങിയാൽ ഇസ്തംബൂളിലെ പള്ളിയിൽ
തുർക്കിയിലെ ഒരു പള്ളിയിലെ ഒരു ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന 2 വരി കവിതയാണ്. കാണാൻ നമുക്ക് കഴിയട്ടെ സഹോദരങ്ങളെ. തുർക്കിയിലെ ഒരു പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന 2 വരി കവിതയാണ്. ആ കവിത എന്താ, അതിന്റെ അർത്ഥമെന്നറിയോ? മനോഹരമാണ്. في كل نازلة ضليق وخناق موسى وإبراهيم لما أسلما سلما من الإغراق والإحراق. എന്താണ് തുർക്കിയിലെ ഒരു പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ മറക്കല്ലേന്നാ സഹോദരങ്ങള്. എന്നാൽ തുർക്കിയിലെ ഇസ്തംബൂളിലെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫബിഹഖിഹി ലാ ഉസ്ലിമന്ന ലിഅംരിഹി ഫീ കുല്ലി നാസിലത്തിൻ വലീകിൻ വഖനാഖി. എല്ലാം ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് പ്രതിസന്ധി വന്നാലോ, ഏത് പട്ടിണി വന്നാലോ, ഏത് വിഷമം വന്നാലോ, എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതല്ലാഹുവാണ്? മൂസാ വ ഇബ്രാഹീം ലമ്മാ അസ്ലമാ സലിമാ മിനൽ ഇഗ്റാഖി വൽ ഇഹ്റാഖി. ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടർന്ന് ഫിർഔൻ വന്നപ്പോൾ അല്ലാഹുവിനെ സർവ്വതമേൽപ്പിച്ചപ്പോ സലിമാ മിനൽ ഇഗ്റാഖി വൽ ഇഹ്റാഖി. അല്ലാഹു തആല തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി. അതുപോലെ ഫിർഔനിൽ നിന്ന് പിടിപെടുന്നതിൽ നിന്ന് മൂസാ നബിയെ രക്ഷപ്പെടുത്തി. ആ പടച്ചവനെ ഞാൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്, സർവ്വതും അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഇസ്തംബൂളിലെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ച ആ ഒരു കവിതയുടെ പേരല്ലയോ തവക്കുൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ.